അല്ല, വിജയം വന്നു. വിനോദനെ കണ്ടില്ലേ? കല്യാണം നമുക്ക് എന്നത്തേക്ക് നടത്താം? തനിക്കെതിരായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മുറിച്ചു നീക്കി മുന്നോട്ട് പോകുന്ന ഒരു തോണിക്കാരന്റെ ജീവിതമാണ് എന്റേത്. അമ്മാവനതറിയാമല്ലോ. മോൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവ, ഇന്നുവരെ രേവതിയുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഈ വിവാഹം നടക്കില്ല. ഞാൻ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്ന എന്റെ അനുജത്തി വേദനിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. വിനോദിന് എന്താണ് കുറവ്? വിദ്യാഭ്യാസമില്ലേ? പണമില്ലേ? അന്തസ്സില്ലേ? എല്ലാം ഉണ്ടായിരിക്കും രേവതി. പക്ഷെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ മറ്റു പലതും ആവശ്യമുണ്ട്. വിനോദ് എന്നെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹവും ഈ ചേട്ടന്റെ സ്നേഹവും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് നീതി. ചേട്ടാ, ചേട്ടൻ ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ അനുജത്തി ആഗ്രഹിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കലുമില്ല. എനിക്കെന്റെ ചേട്ടനാണ് വലുത്. എങ്കിലും ഒരപേക്ഷയുണ്ട്. മറ്റൊരു വിവാഹത്തിന് ചേട്ടൻ എന്നെ നിർബന്ധിക്കരുത്. രേവതി, അതെ ചേട്ടാ. ഹലോ രേവതി, വിനോദാണ് സംസാരിക്കുന്നത്. എന്താണ് വിനോദ്? എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. പതിവായി നമ്മൾ ഇരിക്കാറുള്ള സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും. നീ ഉടനെ വരണം. ഈ അസമയത്തോ? എല്ലാം നേരിൽ പറയാം. ഞാൻ നിന്നെയും കാത്തു നിൽക്കും. വിനോദ്, വിനോദ്, ഹലോ ഹലോ. എന്തിനാ വരാൻ പറഞ്ഞത്? എല്ലാം പറയാം. കാറിൽ കയറൂ. ഞാൻ ചേട്ടനറിയാതെയാണ് വന്നത്. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എന്നാൽ കാറിൽ കയറൂ. കയറൂ. രേവതി, രേവതി. മോനെ, രേവതി എവിടെയും കാണുന്നില്ലല്ലോ. ആ, അവളോട് പോൻ. ഹലോ, വിനോദാണ് സംസാരിക്കുന്നത്. നിന്റെ അനിയത്തി എന്റെ അരികിലുണ്ട്. നീ എന്ന് പറഞ്ഞില്ലേ ഇനി ഞാൻ രേവതിയെ കണ്ടാൽ എന്തോ ചെയ്തു കളയുമെന്ന്? നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എടാ, മര്യാദയ്ക്ക് എന്റെ പെങ്ങളെ തിരിച്ചുകൊണ്ടുവന്നാക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ കൊണ്ട് നാക്കണം. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അനിയത്തെ തിരിച്ചു കിട്ടുകയുള്ളൂ. വിനോദ്, എന്തൊക്കെയാണ് എന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞത്? നിന്നെവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചുണയുണ്ടെങ്കിൽ വന്ന് വിളിച്ചോണ്ട് പോവാൻ. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് എന്റെ ചേട്ടനാണ് വലുത്. എന്റെ ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്നെ തൊടാൻ പോലും നിങ്ങൾ ഞാൻ അനുവദിക്കില്ല. ഞാൻ പോകുന്നു. നീ എങ്ങും പോവില്ല. നിന്റെ ചേട്ടൻ രക്ഷപ്പെടുത്തുന്ന എനിക്കൊന്ന് കാണണം. വിനോദ്, ഞാൻ മോനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ? നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്തിനാണ് ഈ വഴക്കം വക്കാണൊക്കെ? രേവതിയെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ നടത്തിക്കൂടെ? അത് നല്ല രീതിയിൽ നടക്കില്ലേ ചേട്ടാ? ആര് പറഞ്ഞു? ഞാൻ നടത്തിത്തരാം. ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഇനിയും പലതും മനസ്സിലാക്കണുണ്ട്.
ആളിനെ മോൻ അറിയും. അറിയുമോ എന്നോ? എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ അവനാണ്. അവനെ വരട്ടെ. എന്നാ മോന് അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും കൂടി ഞാൻ പറഞ്ഞുതരാം. വിജയന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് ഈ ദുഷ്ടനാണ്. വിജയന്റെ അച്ഛൻ രാജൻ വർമ്മ സാറ് അന്ന് ഫോറസ്റ്റ് റേഞ്ചർ ആയിരുന്ന കാലം ഞാൻ അദ്ദേഹത്തിന്റെ വേലക്കാരനായിരുന്നു. അനധികൃതമായി ചന്ദനം കടത്തിക്കൊണ്ടു പോകലായിരുന്നു ഈ മഹാന്റെ തൊഴിൽ. ഒരു ദിവസം തടികൾക്കിടയിൽ വെച്ച് കടത്തിക്കൊണ്ടുപോയ ചന്ദനവും ലോറിയും രാജൻ വർമ്മ സാറ് കസ്റ്റഡിയിലെടുത്തു. അത് വിട്ടുകിട്ടുന്നതിനായി ഇയാൾ പല ഭീഷണിയും നടത്തി. രാജൻ വർമ്മ സാറ് അതിനൊന്നിനും വഴയും കൊടുത്തില്ല. അന്ന് ഒരു ദിവസം രാത്രി അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ. രാജൻ, ഞാൻ പറയുന്ന അനുസരിക്കും. നിങ്ങൾക്ക് എത്ര പണം വേണേലും തരാം. എന്റെ ലോറി വിട്ടുതരൂ. എന്റെ ജീവൻ പോയാലും നിയമത്തിനെതിരായി ഞാനൊന്നും ചെയ്യുകയില്ല. നിങ്ങൾ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? അവരുടെ ലോറി വിട്ടുകൊടുത്തേക്കൂ. ഇല്ല ലക്ഷ്മി, കൈക്കൂലി വാങ്ങി അവന്റെ കടിമയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയാണ്. നിന്റെ അരുമക്കിടാങ്ങൾ ഇപ്പോഴിവിടെ എത്തും. എല്ലാത്തിനും ഞാൻ ചുട്ട് ചാമ്പലാക്കും. അയ്യോ, എന്റെ കുട്ടികളെ ഒന്നും ചെയ്യരുതേ. അയ്യോ, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഈ തെണ്ടി പരീക്ഷകളോട് കെഞ്ചാൻ രാജൻ വർമ്മയെ കിട്ടുകയില്ല. അത്രയ്ക്കായോ? ഇനി ഒരു നിമിഷം ജീവിക്കാൻ ഇവൻ അനുവദിക്കുകയില്ല. ഒരിക്കലാ പെട്ടോളൂ. വേണ്ട, വേണ്ട. അയ്യോ, അഴിച്ചുവിടൂ, ഇവിടെ മുഴുവൻ പെട്രോൾ ഒഴിക്കും. നിന്റെ സത്യസന്ധത നിന്നെ രക്ഷിക്കുമോ നോക്കട്ടെ. അയ്യോ, ദൈവമേ. കരിഞ്ഞ് ചാമ്പലായ രാജൻ സാറിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ മാത്രമേ വിജയനും രേവതിക്കും കാണാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം ആ കുട്ടികളെ വളർത്തിയത് ഞാനാ. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് സംഗതി. ചേട്ടൻ പോയിക്കോളൂ. ഞാൻ ഉടനെ രേവതിയും കൊണ്ട് വീട്ടിലേക്ക് വരാം. ഞാൻ ആകെ തകർന്നു മാലതി. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ സഹോദരിയാണ്. അവൾ ഇന്ന് എന്റെ ശത്രുവിന്റെ കയ്യിലാണ്. ഇപ്പോഴിങ്ങനെ വിഷമിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇതിനെല്ലാം കാരണക്കാരൻ വിജയൻ തന്നെയാണ്. ഞാനോ? അതെ, നിങ്ങളുടെ ഈ തൊഴിൽ ഉപേക്ഷിക്കാതെ മനസമാധാനമായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനുജത്തിയെ തിരിച്ചു കിട്ടുകയുമില്ല. എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതെന്റെ സഹോദരിയാണ്. കുറെ കാലങ്ങളായി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈയിടെയായി വിജയൻ നമ്മുടെ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. വിജയന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ കുടുംബകാര്യങ്ങളും ബിസിനസ്സും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. ക്ഷമിക്കണം സാർ, മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ ഇനി ഈ തൊഴിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കാരൻ അങ്ങാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇനി ഞാനൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നു. എന്റെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും തിരിച്ചു തരാൻ ഞാൻ ഒരുക്കമാണ്. പകരം അങ്ങനെക്ക് എന്റെ പഴയ ജീവിതം തിരിച്ചു തരണം. ഇത്രയുള്ള കാര്യം അല്ല. വല്ല പ്രപ്പോസലും വന്നിട്ടുണ്ടോ? ഇല്ലാതില്ല. ആരാണ് ആ ഭാഗ്യവതി? ഡോക്ടർ മാലതി. ഗുഡ് സെലക്ഷൻ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറയാൻ മടിക്കരുത്. വിവാഹം നമുക്ക് വളരെ ഗംഭീരമായിട്ട് നടത്തണം. പക്ഷേ അതിനു മുൻപ് ശ്രീധരന്റെ മകൻ വിനോദുമായി എനിക്കൊരു ചെറിയ കണക്ക് തീർക്കാനുണ്ട്.
മാലതി, മോളെ ചേട്ടൻ ഇവിടെ പോയി? എവിടെ പോയിന്ന് അറിഞ്ഞില്ല, കാലത്തെ പോയതാണ്. എന്താ മോളെ? എനിക്ക് ചേട്ടൻ ഉടനെ കാണണം. മാലതി ചേച്ചിയുടെ ക്ലിനിക്കിൽ പോയി നോക്കട്ടെ. മോളെ എങ്ങും പോകണ്ട, ചേട്ടൻ ഇവിടെ വരും. അത് പറ്റില്ല, ഞാൻ ഇപ്പൊ വരാം. മാലതി, 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 മാലതി. മാലതി, വിനോദ്. നീ എന്താണ് അവിടെ കണ്ടത്? ഞാനെല്ലാം കണ്ടു. എല്ലാം ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. രേവതി, 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 എന്താ പറ്റി? വിനോദ്, വിക്രമൻ. വിക്രമണോ? മാലതി ചേച്ചി വിക്രമൻ കൊന്നു. ഞാൻ കണ്ടു. വിനോദ്. രേവതി, 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 രേവതി. വിജയൻ, നീ ചെയ്തത് വലിയ തെറ്റായി പോയി. നിന്നെ വലിയവനാക്കി എന്ന് നീ വിശ്വസിക്കുന്ന വിക്രമനാണ് നിന്റെ അനിയത്തെ കൊന്നത്. വിക്രമൻ മാലതിയെ കൊന്നത് രേവതി കണ്ടു. നിന്റെ അച്ഛനെയും അമ്മയും കൊന്നതും വിക്രമനാണ്. എന്റെ ഈ അവസാനത്തെ വാക്കുകൾ വിശ്വസിക്കണം.
എനിക്ക് എന്റെ ശത്രുവിനെ കിട്ടി. ശ്രീധരന്റെ മകൻ വിനോദ്. അവൻ എന്റെ സഹോദരിയെ കൊന്നു. അവൻ എവിടെ? എന്റെ ബംഗ്ലാവിലുണ്ട്. എന്റെ ശത്രുവിന്റെ മരണം നിങ്ങളുടെ മുൻപിൽ വെച്ചായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വരൂ. അകത്തേക്കില്ല. അവനെവിടെ? ആ മുറിക്കകത്തുണ്ട്. എന്റെ ശത്രു ആരാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ നീ പറഞ്ഞില്ലേ എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്? മനസ്സിലായില്ലല്ലേ? ഫോറസ്റ്റ് റേഞ്ചർ രാജൻ വർമ്മയെ നീ ഓർമ്മിക്കുന്നുണ്ടോ? ആരടാ നീ? രാജൻ വർമ്മയുടെ മകൻ. എന്റെ അച്ഛനെയും അമ്മയും നീ കൊന്നു. എന്റെ എല്ലാമായിരുന്ന പൊന്നനുജത്തെ നീ കൊന്നു. ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് ഞാൻ സ്നേഹിച്ച മാലതിയെ നീ കൊന്നു. എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്തു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മുൻപിൽ വെച്ചായിരിക്കും എന്റെ ശത്രുവിന്റെ മരണമെന്ന്? നിന്റെ പ്രതിബിംബങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും.
അങ്ങനെ വിജയനും മരിച്ചു. തന്റെ സഹോദരിക്ക് വേണ്ടി പണികഴിപ്പിച്ച ഈ ബംഗ്ലാവ് കാത്തു സൂക്ഷിക്കാൻ ഇന്നും അയാളുടെ ആത്മാവ് ഇവിടെ എല്ലാം അലയുന്നുണ്ട്. പരമപിള്ളയുടെ ശബ്ദമാണത്. സമനില തെറ്റിയ അയാൾ ഇവിടെല്ലാം ചുറ്റിപ്പറ്റി നടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾ വന്നിട്ടുണ്ട്. ഡയറക്ടർ സാർ പോയി ആ കഥവും തുറക്കണം. ആശാൻ തന്നെ അങ്ങ് തുറന്നു കൊടുത്താ പോരെ? ഭയമുണ്ടോ? നിങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളല്ലേ? ഒന്നും സംഭവിക്കില്ല. ധൈര്യമായി പോയി തുറക്കണം. ക്ഷമിക്കണം, അല്പം താമസിച്ചുപോയി. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി.